ഓം ശിവസുതഗജരൂപം രക്തവർണം സുനേത്രം അഭയവരദഹസ്തം വാശമേശാങ്കുശാദ്യം അമൃതമയ ശരീരം സർവയജ്ഞോപവീതം ഗണപതി ഗണനാഥം പാദപത്മം നമാമി. ഓം ഗം ഗണപതേ നമഃ. ഓം ഗം സിദ്ധയേ നമഃ. യാ കുന്ദേന്ദു തുഷാരഹാരധവള യാ ശുഭ്രവസ്ത്രാവൃത യാ വീണാവരദണ്ഡമണ്ഡിതകര യാ ശ്വേതപദ്മാസന യാ ബ്രഹ്മാച്യുതശങ്കരപ്രഭൃതിദേവൈः സദാ പൂജിത സാ മാം പാതു സരസ്വതി ഭഗവതി നിശേഷജാഢ്യാവഹ. ഓം ശ്രീ മഹാസരസ്വതിയേ നമഃ. ദേവീ കടാക്ഷത്താൽ ദേവീ കൃപയാൽ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എല്ലാ മംഗളങ്ങളും ഭവിക്കട്ടെ. ഓം നമശ്ചണ്ഡികായേ. നമുക്ക് ഇന്ന് 21-ാമത്തെ ശ്ലോകം തുടങ്ങാം. 4-ാമത്തെ അധ്യായം ശക്രാധികൃത ദേവി സ്തുതി. 21-ാമത്തെ ശ്ലോകത്തിൽ നമുക്ക് ദുർവൃത്തവൃത്തശമനം തവ ദേവി ശീലം രൂപം തഥൈതദവിചിന്യമതുല്യമന്യൈഃ വീര്യം ജഹന്ദ്രുഹൃതദേവ പരാക്രമാണാം വൈരിഷ്വഭിപ്രകടിതൈവ ദയാ ത്വയേധം. ദേവി, അല്ലയോ ദേവി, തവ ശീലം, അവിടുത്തെ സ്വാഭാവികമായ ഗുണം, ആ ശീലഗുണത്തെയാണ് പറഞ്ഞിരിക്കുന്നത്. ദുർവൃത്തശമനം, ദുർജനങ്ങളുടെ ചേഷ്ടകളെ, പ്രവൃത്തികളെ അവരുടെ ദുർവൃത്തികളെ, ദുഷ്പ്രവൃത്തികളെ ഇല്ലാതാക്കുന്നതാകുന്നു. തഥാ ഏതത് രൂപം, അപ്രകാരം തന്നെ അവിടുത്തെ ഈ രൂപം. അവിചിന്യം, മനസ്സുകൊണ്ട് വിചാരിക്കാൻ നമ്മളുടെ ചിന്തകൾക്ക് അതീതമാണ്, ചിന്തിക്കാൻ കൂടി പറ്റില്ലാത്തതാകുന്നു. അന്യൈഹി, മറ്റ് മനോഹര വസ്തുക്കളോട് തുല്യമല്ലാത്തത്, സാമ്യമില്ലാത്തതും ആകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വീര്യം, അവിടുത്തെ പരാക്രമമാകട്ടെ, വീരതയാകട്ടെ. ഹൃതദേവ പരാക്രമാണാം, ഹൃതദേവൻ എന്ന് പറഞ്ഞിരിക്കുന്ന ദേവന്മാരാൽ വധിക്കപ്പെട്ടവർ, അതായത് അസുരന്മാരുടെ ഹന്ത്രിച്ച, ആ അസുരന്മാരുടെ ഘാതകം, അതായത് അവരെ ഹനിക്കുന്നതിന് പ്രാപ്തമായതാകുന്നു, അവരെ കൊല്ലുന്നതിന്. ഹൃതദേവ പരാക്രമാണാം, അസുരന്മാരെ വധിക്കുന്നതിന് പ്രാപ്തമായതാകുന്നു. യുദ്ധം വൈരിഷു അഭി, ഇപ്രകാരം വൈരി ശത്രുവാണ്. വൈരിഷു ശത്രുക്കളിലും, അഭി ശത്രുക്കളിലും കൂടി. ത്വയാ, അവിടുത്തെ, അതായത് നിന്തിരിവടിയാൽ, ദയാ പ്രകടിത, കൃപ പ്രകാശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഏവ, നിശ്ചയം തന്നെ. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ, അതായത് 20-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്, ആയുധസ്പർശം കൊണ്ട് അസുരന്മാർ സ്വർഗലോകം പ്രാപിക്കട്ടെ എന്നുദ്ദേശിച്ചാണ് അവിടുത്തെ ഒരു നോട്ടം കൊണ്ടുപോലും ഭസ്മീകരിക്കാൻ കഴിയുമായിരുന്ന അസുരന്മാരെ ആയുധം കൊണ്ട് വധിച്ചത്. അങ്ങനെ അവർ സ്വർഗലോകത്തെ പ്രാപിച്ചോട്ടെ എന്ന് ദയ വിചാരിച്ചാണ് എന്ന് പറഞ്ഞിരുന്നു. അതാണ് ഇവിടെ വീണ്ടും സമർത്ഥിക്കുന്നത്. അവിടുത്തെ കൃപ എന്ന് പറഞ്ഞാൽ അതിന് അതുല്യമാണ്. അല്ലയോ ദേവി, നെന്തിരിവടിയുടെ ഗുണം ദുഷ്ടചരിത്രന്മാരായ, അതായത് ദുഷ്പ്രവർത്തികൾ ചെയ്യുന്നവരുടെ ചേഷ്ടകളെ നിവാരണം ഇല്ലാതെയാക്കുന്നതാകുന്നു. അല്ലെങ്കിൽ ദുർവൃത്തന്മാരെ അവരുടെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതാകുന്നു. അതുപോലെ തന്നെ ദേവി, അവിടുത്തെ ഈ സർവ്വസൗഭാഗ്യ സൗന്ദര്യഭാജനമായ രൂപം, അതുപോലെ അവിടുത്തെ ഈ മനോഹരമായ രൂപം മനസ്സുകൊണ്ട് വിചാരിക്കുന്നതിന് പോലും സാധിക്കാത്തതാണ്. അതിനും പറ്റാതിരിക്കുന്ന, അതായത് മറ്റ് മനോഹര വസ്തുക്കളോട് സദൃശമാണെന്ന്, അത് സാമ്യം വിചാരിക്കാൻ പോലും പറ്റില്ല. അതായത് അസാമ്യമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അദൃശ്യമായിട്ട് ഭവിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ അവിടുത്തെ പരാക്രമവും അസുരന്മാരുടെ ആ വധത്തിന് കാരണമായി ഭവിച്ചിരിക്കുന്നു. ഇങ്ങനെ അവിടുത്തെ മുമ്പിൽ ശസ്ത്രപ്രയോഗത്തെപ്പറ്റി പറഞ്ഞതുപോലെ അവിടുത്തെ കൃപയും ശത്രുക്കളിലും കൂടി പ്രകാശിപ്പിച്ചിരിക്കുന്നു എന്നത് നിശ്ചയമാണ്. ഒരേ സമയം അവിടുന്ന് അവരെ വധിക്കുകയും അവരിൽ കൃപ കാണിക്കുകയും ചെയ്തിരിക്കുന്നു, കൃപയുള്ളവളായി വർത്തിക്കുകയും ചെയ്തിരിക്കുന്നു. അത് അവിടുത്തെ കൃപ ശത്രുക്കളിലും കൂടി ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചാണ്
അത് നിശ്ചയം തന്നെ എന്ന് പറയുകയാണ്. ഇപ്രകാരമുള്ള രൂപത്തോടും ബലത്തോടും കൂടിയ ദേവി അസുരന്മാരെ ശസ്ത്രം ഉപയോഗിച്ച്, അതായത് ആയുധങ്ങൾ ഉപയോഗിച്ച് വധിക്കുന്നത് അവരുടെ പാപശാന്തിക്കായിട്ടല്ലേ? അവിടുന്ന് അവരിലും ദയ കാണിച്ചു എന്ന് താല്പര്യമാണ്. ഇനി അടുത്തത് 22-ാമത്തെ ശ്ലോകം. കേനോപമാ ഭവതു തേസ്യ പരാക്രമസ്യ രൂപം ച ശത്രുഭയകാര്യതിഹാരി കുത്ര ചിത്തേ കൃപാ സമരനിഷ്ഠുരതാ ച ദൃഷ്ട ത്വയ്യേവ ദേവി വരദേ ഭുവനത്രയേപി. വരദേ ദേവി, വരത്തെ കൊടുക്കുന്നവളാണ് ദേവി. ഭക്തന്മാർക്ക് ഇഷ്ടവരത്തെ ദാനം ചെയ്യുന്ന ദേവി എന്ന് വിളിച്ചിരിക്കുകയാണ്. തേ അസ്യ പരാക്രമസ്യ, തേ നിന്റെ, അവിടുത്തെ ഈ പരാക്രമത്തിന് കേന ഉപമാ ഭവതു, ഞങ്ങൾ ഏത് വസ്തുവിനോട് ഉപമിക്കണം? അതായത് ഉപമിക്കാൻ വസ്തുക്കളില്ല എന്നർത്ഥം. ശത്രുഭയകാരി, ശത്രുക്കൾക്ക് ഭയത്തെ ഉണ്ടാക്കുന്നതായ അതിഹാരി രൂപം ച, അത് അതിഹാരി എന്ന് പറഞ്ഞിരിക്കുന്ന വളരെ മനോഹരമായിരിക്കുന്ന രൂപം. കുത്ര, എവിടെ? ചിത്തേ കൃപ, ചിത്തം മനസ്സ്, മനസ്സിൽ അനുകമ്പയും സമരനിഷ്ഠുരത ച, യുദ്ധത്തിൽ ക്രൗര്യം, അതായത് ക്രൂരത, നിഷ്ഠുരത. ഭുവനത്രയേ അപി, ഭുവനത്രയം 3 ലോകങ്ങളിലും ത്വയി ഏവ ദൃഷ്ട, അവിടുന്നിൽ മാത്രം കാണപ്പെടുന്നതാണ് ഈ അനുകമ്പയും ഈ ക്രൂരത, അതായത് നിഷ്ഠുരതയും മനോഹരമായിരിക്കുന്ന രൂപവും. അത് ശത്രുക്കൾക്ക് ഭയത്തെ ഉണ്ടാക്കുന്നതായിരിക്കുന്ന അവിടുത്തെ രൂപം. അതെല്ലാം അവിടുന്ന്, അതായത് ദേവിയിൽ മാത്രം കാണപ്പെടുന്നു. ഇഷ്ടവരങ്ങളെ ദാനം ചെയ്യുന്ന ദേവി അവിടുത്തെ ഈ പരാക്രമത്തോട് ഉപമിക്കാനായി ഈ ഒരു വസ്തുവും ഈ 3 ലോകങ്ങളിലും ഇല്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. അല്ലയോ വരങ്ങളെ ദാനം ചെയ്യുന്ന ദേവി എന്ന് വീണ്ടും വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവിടുത്തെ ഒരു വസ്തുവിനോടും ഉപമിക്കാനില്ല ഈ ലോകത്ത്. ഹേ വരദേ ദേവി എന്ന് വിളിച്ച് വീണ്ടും പ്രാർത്ഥിക്കുന്നു. നമുക്കും പ്രാർത്ഥിക്കാം. 22-ാമത്തെ ശ്ലോകം. ത്രൈലോക്യമേതദഖിലം രിപുനാശനേന ത്രാദം ത്വയാ സമരമൂർധനി തേഭി ഹത്വാ നീതാദിവം രിപുഗണാഭയമപ്യവാസ്തമസ്മാകമുന്മദസുരാരിഭവം നമസ്തേ. അത് 3-ാമത്തെ വരെയും 4-ാമത്തെ വരെയും ചേർത്ത് വായിക്കണം. വായിക്കുമ്പോൾ അതായത് നീതാദിവം നീതാദിവം രിപുഗണാഭയമപ്യവാസ്തമസ്മാകമുന്മദസുരാരിഭവം നമസ്തേ. ഇനി നമുക്കതിൻ്റെ അർത്ഥം നോക്കാം. ത്വയ ഏതത് ത്രൈലോക്യം, നിന്തിരുവടിയാൽ. ത്വയ, നിന്നാൽ എന്നാണ് ശരിക്കും. നമ്മൾ ഭഗവതിയെ നീയെ വിളിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നിന്തിരുവടി എന്ന് ഞാൻ ഉപയോഗിക്കുന്നത്. അവിടുന്ന് നിന്തിരുവടി ഏറ്റവും മുകളിലിരിക്കുന്നതാണ്, സർവോത്കൃഷ്ടയാണ്, സർവത്തിനും അതീതയാണ്. ഭഗവതിയുടെ കൃപയില്ലെങ്കിൽ ഒന്നുമില്ല. അപ്പോൾ ആ ഭഗവതിയെ അവിടുന്ന് നിന്തിരുവടി എന്ന് പറയുന്നതാണ് ഉത്തമം. അവിടുന്ന് ഈ 3 ലോകവും, ത്രൈലോക്യം, ത്രൈലോക്യം, ഈ 3 ലോകവും രിപുനാശനേന അഖിലം, അതായത് ശത്രുനാശം കൊണ്ട്, രിപു ശത്രു, അഖിലം മുഴുവനും, ഈ ലോകം മുഴുവനും ശത്രുനാശം കൊണ്ട് ത്രാദം രക്ഷിക്കപ്പെട്ടു. ത്രാഹി എന്ന് പറഞ്ഞാൽ രക്ഷിക്കണേ എന്നുള്ള ദീനവിലാപമാണ്. ത്രാദം രക്ഷിക്കപ്പെട്ടു. സമരമൂർധനി എന്ന് പറഞ്ഞാൽ മൂർധാവ് നിറുകയാണെന്ന് ഞാൻ സിംഹത്തിൻ്റെ ഇത് പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു. പക്ഷേ ഇവിടെ സമരമൂർധനി എന്ന് പറഞ്ഞാൽ യുദ്ധഭൂമിയിൽ നിന്നേ അർത്ഥമുള്ളൂ. രിപുഗണാഹ, രിപുഗണം, രിപുശത്രു ഗണം കൂട്ടം, അതായത് ശത്രു സമൂഹത്തിൽ. ഹത്വാതേ, അവിടുന്ന് ദേവിയാൽ വധിക്കപ്പെട്ടിട്ട്. തേ എന്ന് പറഞ്ഞാൽ അവർ. ദിവം നീതാഹ, അതായത് സ്വർഗത്തിലേക്ക്, നീത അഭി നയിക്കപ്പെട്ടു. അവർ ശത്രുക്കൾ വധിക്കപ്പെട്ടിട്ട് ദിവം നീത അഭി സ്വർഗത്തിലേക്ക് നയിക്കപ്പെടുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ അവർ സ്വർഗത്തിലേക്ക് പോയി. അത് ദേവി കാരണമാണ്. അതാണ് നയിക്കപ്പെട്ടു എന്ന് പറഞ്ഞത്. ഉന്മദ അസുരാരിഭവം, ഉന്മത്തരായവർ, അതായത് അത്യഹങ്കാരികളായിരുന്നു അസുരന്മാരല്ലേ. അത്യഹങ്കാരികളായ അസുരാരിഭവം എന്ന് പറഞ്ഞാൽ അസുരന്മാരിൽ നിന്നുണ്ടായ അസ്മാകം ഭയം അഭി. അസ്മാകം എന്ന് പറഞ്ഞാൽ ഇവിടെ ഞങ്ങളുടെ ഭയം, അഭി ഞങ്ങളുടെ ഭയവും
അപാസ്ഥം. അപാസ്ഥം എന്ന് പറഞ്ഞാൽ ഇല്ലാതെയാക്കപ്പെട്ടു. അതായത് ഇല്ലാതെയാക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ നിവൃത്തീകരിക്കപ്പെട്ടു. തേ നമഃ, അവിടത്തേക്ക് നമസ്കാരം. അല്ലയോ ദേവി, ഈ മൂന്ന് ലോകം മുഴുവനും ശത്രുനാശം കൊണ്ട് ദേവിയാൽ അവിടുന്ന് ശത്രുക്കളെ വധിച്ചതുകൊണ്ട് അവിടുത്തെ ദേവിയാൽ രക്ഷിക്കപ്പെട്ടു. അതുപോലെ ശത്രുക്കളുടെ സമൂഹം യുദ്ധഭൂമിയിൽ വധിക്കപ്പെട്ട് അവർ സ്വർഗത്തിലേക്ക് പോയി, അതായത് സ്വർഗം പ്രാപിച്ചു. വളരെ വർദ്ധിച്ച അഹങ്കാരത്തോടു കൂടിയ അസുരന്മാരിൽ നിന്നുണ്ടായ ഈ ദേവന്മാർക്കുണ്ടായ ഭയവും, അതായത് ഞങ്ങൾക്കുണ്ടായ ഭയം എന്ന് പറഞ്ഞാൽ ദേവന്മാർക്കാണ് ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയവും. അല്ലയോ ജഗത് ജനനി, നിന്തിരുവടി കാരണം ഇല്ലാതെയായി. അതുകൊണ്ട് ദേവി, അല്ലയോ ദേവി, അവിടത്തേക്ക് നമസ്കാരം എന്ന് പറഞ്ഞ് എല്ലാവരും സ്തുതിച്ച് പ്രണമിച്ചു. ഇനി നമസ്തേ എന്നതുകൊണ്ട് നമസ്കാരത്തിൽ കവിഞ്ഞ ഒരു പ്രത്യുപകാരത്തിന് ഞങ്ങൾക്ക് സാമർഥ്യം ഇല്ല എന്നാണ്. ചിത്തേ കൃപ എന്ന് പറഞ്ഞിട്ട് ആ കൃപയുള്ള ദേവിയെ നമസ്കരിക്കാൻ വേറെ ഒന്നും ഇല്ല അവർക്ക്. നമസ്കാരം അവസാന വാക്കാണ് അവിടെ. അതിക്കവിഞ്ഞൊന്നും ചെയ്യാൻ ഞങ്ങൾക്ക് സാമർഥ്യമില്ല എന്നാണ് ഇവിടെ അവർ പറയുന്നത്. ഇനി അടുത്തത് 24-ാമത്തെ ശ്ലോകം നോക്കുക. 24-ാമത്തെ ഇവിടെ ഈ ശ്ലോകം മുതൽ നമുക്ക് ശൂലേന പാഹിനോ ദേവി പാഹി ഖഡ്ഗേന ചാമ്പികേ ഖണ്ഡാസ്വനേന നപ്പാഹി ജാപജ്യാനിസ്വനേന ജാ. ഇവിടെ ശൂലേന എന്ന് പറഞ്ഞാൽ ശൂലം കൊണ്ട്, ശൂലായുധം കൊണ്ട്. അല്ലയോ ദേവി, ശൂലേന പാഹിനോ ദേവി എന്ന് പറഞ്ഞാൽ പാഹി എന്ന് പറഞ്ഞാൽ രക്ഷിച്ചാലും ദേവി ഞങ്ങളെ ശൂലം കൊണ്ട്. അടുത്തത് പാഹി ഖഡ്ഗേന ച അംബികേ ഖഡ്ഗം കൊണ്ടും ഞങ്ങളെ രക്ഷിച്ചാലും. അല്ലയോ അംബിക എന്ന് പറഞ്ഞാൽ ലോകമാതാവ് എന്നാണ് അംബിക എന്ന വാക്കിൻ്റെ അർത്ഥം കേട്ടോ. അല്ലയോ ലോകമാതാവേ, ഞങ്ങളെ ഖഡ്ഗം കൊണ്ടും വാളുകൊണ്ടും രക്ഷിച്ചാലും. ഖഡ്ഗേന ച ഖണ്ഡാസ്വനേന പാഹി. ഖണ്ഡാസ്വന എന്ന് പറഞ്ഞാൽ നമുക്ക് മണിനാദമാണ്. മണിനാദം, ആ വലിയ മണിയുടെ ശബ്ദം കൊണ്ടും. ചാപജ്യാനിസ്വനേന ച, ചാപം വില്ലാണ്, വില്ലിൽ നിന്നുണ്ടാകുന്ന ഞാണൊലി ശബ്ദം കൊണ്ടും ന പാഹി ഞങ്ങളെ രക്ഷിച്ചാലും. ന എന്ന് പറഞ്ഞാൽ ഇല്ല, അല്ല എന്നൊക്കെ സംസ്കൃതത്തിൽ അർത്ഥമുണ്ട്. ഇവിടെ രക്ഷിച്ചാലും എന്നേ ഉള്ളൂ കേട്ടോ. ഇവിടെ അല്ല ഇല്ല എന്നല്ല അർത്ഥം. അല്ലയോ ദേവി, ശൂലം കൊണ്ട് ഞങ്ങളെ രക്ഷിച്ചാലും. അല്ലയോ ജഗതംബികെ, വാൾ കൊണ്ടും മണിനാഥം കൊണ്ടും വില്ലിൻ്റെ ഞാണലി കൊണ്ടും ഞങ്ങളെ രക്ഷിച്ചാലും അതെല്ലാം ഞങ്ങൾക്ക് രക്ഷാകരമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ദേവി. ശത്രുക്കളിൽ നിന്ന് എങ്ങനെ വേണമെങ്കിലും ദേവിക്ക് നമ്മളെ രക്ഷിക്കാം. ഇനി അടുത്ത ശ്ലോകം 25. പ്രാച്യാം രക്ഷ പ്രതീച്യാം ച ചണ്ഡികേ രക്ഷ ദക്ഷിണേ ബ്രാഹ്മണേനാത്മശൂലസ്യ ഉത്തരസ്യാം തഥേശ്വരി. ഈശ്വരി, ഹേ ഈശ്വരി. അവിടെ പാർവതീദേവിയാണ് വിളിക്കുന്നത് ഈശ്വരി. ഈശ്വരൻ്റെ പത്നിയാണ് ദേവി. ഇനി ആത്മശൂലസ്യ, നിന്തിരുവടി അതായത് അവിടുത്തെ ദേവിയുടെ ശൂലായുധത്തിൻ്റെ ബ്രാഹ്മണേന എന്ന് പറഞ്ഞാൽ ഭ്രമണം കൊണ്ട്, ശൂലം ഇങ്ങനെ ചുഴറ്റുമല്ലോ, ആ ചുഴറ്റലിനെയാണ് ബ്രാഹ്മണേന, ചുഴറ്റൽ കൊണ്ട്. പ്രാച്യാം രക്ഷ, പ്രാച്യാം നമ്മൾ കവചത്തിൽ പഠിച്ചു. പ്രാച്യാം കിഴക്ക് ദിക്കാണ്, ഓർമ്മിക്കുന്നുണ്ടാവും എന്ന് കരുതുന്നു, കിഴക്ക് ദിക്കിൽ. അതുപോലെ ചണ്ഡികേ, അല്ലേ ചണ്ഡികേ ദേവി, അവിടുന്ന് അപ്രകാരം. പ്രതീച്യാം, കിഴക്ക് കഴിഞ്ഞ് നേരെ പടിഞ്ഞാറേ ദിക്കിലേക്കാണ് പ്രതീച്യാം. അത് കഴിഞ്ഞ് ദക്ഷിണേ, തെക്കേ ദിക്കിലും. ഉത്തരസ്യാം ച രക്ഷ, വടക്കേ ദിക്കിലും. എല്ലാ ദിക്കുകളും 4 ദിക്കിലും രക്ഷിച്ചാലും എന്ന് പറഞ്ഞു. പ്രാച്യാം രക്ഷ പ്രതീച്യാം ച ചണ്ഡിക രക്ഷ ദക്ഷിണേ ബ്രാഹ്മണേനാത്മശൂലസ്യ ഉത്തരസ്യാം തഥാ ഈശ്വരി എന്ന് പറഞ്ഞിരിക്കുകയാണ്. അടുത്ത 26-ാമത്തെ ശ്ലോകം. സൗമ്യാനി യാനി രൂപാണി ത്രൈലോക്യേ വിചരന്തി തേ യാനി ജാത്യർദ്ധഘോരാണി തൈരക്ഷാം സ്മാം തഥാ ഭുവം. ഇനി അർത്ഥഘോരാണി, അവിടെ എനിക്കൊരു സംശയമുണ്ട്. അതായത് ഇവിടെ അത്യർത്ഥഘോരാണി എന്ന് പറഞ്ഞാൽ അത്യർത്ഥമായിരിക്കത്തില്ല, അവിടെ അത്യന്തഘോരാണി എന്നായിരിക്കാനാണ് സാധ്യത. അത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, അക്ഷരത്തെറ്റാകാനാണ് സാധ്യത. സൗമ്യാനി യാനി രൂപാണി ത്രൈലോക്യേ വിചരന്തി തേ യാനി ചാത്യന്തഘോരാണി തൈരക്ഷാം സ്മാം തഥാ ഭുവം. അത് അത്യന്തഘോരാണി എന്നാണ്. അതായത്
ത്രൈലോക്യത്തെ 3 ലോകങ്ങളിലും അവിടുത്തെ, അതായത് ദേവിയുടെ യാനി സൗമ്യാനി രൂപാണി, ഏത് സൗമ്യ രൂപമാണോ, രൂപാണി എന്ന് പറഞ്ഞാൽ രൂപങ്ങളാണ്, ദേവിയുടെ സൗമ്യമായ രൂപങ്ങൾ. യാനി, ഇനി വേറെ ചിലത് അത്യന്തഘോരാണി എന്നാണ്, അത്യർത്ഥമല്ല, അത്യന്തഘോര, അതായത് ഏറ്റവും ഭയങ്കരങ്ങളായ രൂപങ്ങളാണ്. അതുപോലെ വിചരന്തി, വിശേഷേണ ചരിക്കുന്നതാണ് വിചരന്തി എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. തൈരസ്മാൻ, തൈഹി അസ്മാൻ, അവിടെ രാ വരും, തൈഹി വിസർഗം കഴിഞ്ഞ് സ്വരാക്ഷരം വരുമ്പോൾ തൈരസ്മാൻ എന്നാണ് കൂട്ടി വായിക്കുമ്പോൾ. തൈഹി അസ്മാൻ തൈരസ്മാൻ, അതാത് രൂപങ്ങളെ കൊണ്ട് ഞങ്ങളെയും, തഥാ ഭുവം രക്ഷ, അപ്രകാരം ഭൂമിയെയും രക്ഷിച്ചാലും, തഥാ ഭുവം രക്ഷ എന്ന് പറഞ്ഞിരിക്കുക. അതുപോലെ 3 ലോകങ്ങളിലും അവിടുത്തെ സൗമ്യങ്ങളായ, ഏറ്റവും സൗമ്യങ്ങളായിട്ടുള്ള രൂപമുണ്ട്, അതുപോലെ ഏറ്റവും ഭയങ്കരങ്ങളായുള്ള ഏതേത് രൂപങ്ങൾ ഏതേത് ദിക്കിലെല്ലാം എവിടെയെല്ലാം സഞ്ചരിക്കുന്നുണ്ടോ ആ രൂപങ്ങളെ കൊണ്ട് ഞങ്ങളെയും അതുപോലെ തന്നെ ഭൂലോകത്തെയും അവിടുന്ന് രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതായത് ദേവി ഏത് രൂപത്തിൽ ദർശിക്കപ്പെടുന്നുവോ, നമ്മൾ ഏത് രൂപത്തിൽ ദേവിയെ വിചാരിക്കുന്നുവോ, ആ സൗമ്യമായാലും ഘോരമായാലും ആ രൂപം വെച്ച് ഞങ്ങളെ, ആ രൂപം കൊണ്ട് ഞങ്ങളെ രക്ഷിച്ചാലും അതുപോലെ ഭൂമിയെയും രക്ഷിച്ചാലും എന്ന് പ്രാർത്ഥിക്കുന്നു. അത് ദേവന്മാർ, അതാത് രൂപങ്ങളോട് കൂടിയിരിക്കുന്ന ആ ദേവി, ഭയങ്കരങ്ങളായാലും സൗമ്യങ്ങളായാലും അതാത് രൂപങ്ങളെ കൊണ്ട് ദേവന്മാരായ ഞങ്ങളെയും അതുപോലെ തന്നെ ഭൂലോകം ഉണ്ടല്ലോ, ആ 2 വിധ രൂപങ്ങളെ കൊണ്ട് ഭൂലോകത്തെയും രക്ഷിച്ചാലുമെന്ന് ദേവന്മാർ പ്രാർത്ഥിക്കുന്നു. ഇനി അടുത്ത 27-ാം ശ്ലോകം. ഖഡ്ഗശൂലഗദാദീനി യാനി ചാസ്ത്രാണി തേംബികെ കരപല്ലവസംഗീനി തൈരസ്മാൻ രക്ഷ സർവതഃ. ഇനി അംബികെ, അല്ലയോ ജഗദംബികെ, ജഗദീശ്വരി, തേ കരപല്ലവ സംഗീനി, അവിടുത്തെ കരപല്ലവം, കൈകൾ പല്ലവം തളിരാണ്, ചെടിയുടെയൊക്കെ ആ തളിരിലയാണ് തളിര്, അതുപോലെ വളരെ നേർമയായിരിക്കുന്ന കൈകളാണ് കരപല്ലവം. ആ കൈകളിലുള്ള യാനി, ആരാണോ അവർ, അത് ആരാണോ ആ കൈകളിൽ എന്നാണ്. ഖഡ്ഗശൂല ഗദാധീനി, ഇനി ആ കരങ്ങളിൽ വാൾ, ശൂലം, ഗദ മുതലായവയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അസ്ത്രാണി, അസ്ത്രങ്ങൾ, ച അസ്ത്രങ്ങളും ഭവിക്കുന്നു. അതായത് അവിടുത്തെ തളിര് പോലെയുള്ള കൈകളിൽ ഏത് വാൾ, ശൂലം, ഗദ മുതലായ അസ്ത്രങ്ങൾ ഇരിക്കുന്നുവോ തൈഹി സർവത, ആ തൈഹി അവയെ കൊണ്ട് സർവത എല്ലായിടത്തും അസ്മാൻ രക്ഷ ഞങ്ങളെ രക്ഷിച്ചാലും എന്ന് ദേവന്മാർ വീണ്ടും പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ തളിര് പോലെയുള്ള മൃദുലമായ കോമള കരങ്ങളിൽ ചേർന്നിരിക്കുന്ന, അതല്ലെങ്കിൽ വഹിച്ചിരിക്കുന്ന ഖഡ്ഗം, ശൂലം, ഗദ മുതലായ ആയുധങ്ങൾ, ആ കൈകളിൽ ഏതേത് ആയുധങ്ങളുണ്ടോ അവയെ കൊണ്ടും, അതുപോലെ വേറെ ഏതെല്ലാം വിധത്തിലുള്ള അസ്ത്രങ്ങൾ, അതായത് ഞാൻ വേറെ ഒരു ശ്ലോകത്തിൽ, മുൻ പറഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞിരുന്നു അസ്ത്രങ്ങളും ശസ്ത്രങ്ങളും. ഇവിടെ ശസ്ത്രങ്ങളാണ് ഖഡ്ഗം, ശൂലം, ഗദ, ഇതെല്ലാം അത് ആ കൈ പിടിച്ച് തന്നെ പ്രഹരിക്കുന്നതാണ്. ഇനി വേറെ കൈകളിൽ അസ്ത്രങ്ങൾ, അത് ഞാൻ പറഞ്ഞിരുന്നു അയക്കുന്നതാണ്, കയ്യിൽ നിന്ന് വിട്ട് പ്രയോഗിക്കുന്നവയാണ് അസ്ത്രങ്ങൾ എന്ന് പറയുന്നത്. അവയെ കൊണ്ടും ആ ദോഷ, അതായത് നമ്മൾ ശരണം പ്രാപിക്കുന്നവരെ അവിടുന്ന് ദുഃഖത്തിൽ നിന്നും പാപത്തിൽ നിന്നും ശത്രുക്കളിൽ നിന്നും രക്ഷിക്കണം. ഞങ്ങളെ മാത്രം രക്ഷിച്ചാൽ പോരാ, ഭൂലോകത്തെയും രക്ഷിക്കണമെന്ന് വീണ്ടും പറഞ്ഞിരിക്കുന്നു. ഇനി അടുത്തത് 28-ാമത്തെ ശ്ലോകമായിട്ട് വരുന്നത് ഋഷിരുവാച. അത് കഴിഞ്ഞ് 29-ാമത്തെ ശ്ലോകമായിട്ടാണ് വരുന്നത്. ഏവം സ്തുതാസുരൈർ ദിവ്യൈ കുസുമൈർ നന്ദനോദ്ഭവൈ അർച്ചിതാം ജഗതാം ധാത്രി തഥാ ഗന്ധാനുലേപനൈ. ഇനി ഏവം, ഇപ്രകാരം ഋഷി പറയുകയാണ് വീണ്ടും, ഇപ്രകാരം ജഗതാം ധാത്രി, ജഗത്തിനെ ഭരിക്കുന്നവളായ ധാത്രി ദേവി, ധാത്രി അമ്മയാണ്, ആ ജഗത്തിൻ്റെ അമ്മ. സുരൈഹി സ്തുത, ദേവന്മാരാൽ സ്തുതിക്കപ്പെട്ടവളായിട്ട്, ദിവ്യേഹി, ദിവ്യങ്ങളായി, അതായത് പരമപവിത്രങ്ങളായി, അത് നന്ദനോദ്ഭവൈഹി കുസുമൈഹി, നന്ദന ഉദ്യാനത്തിൽ, ഇന്ദ്രൻ്റെ ഉദ്യാനമാണ് നന്ദനവനം, ആ നന്ദനോദ്യാനത്തിൽ ഉണ്ടായ പുഷ്പങ്ങളെ കൊണ്ട്, കുസുമം പുഷ്പമാണ്, കുസുമൈഹി പുഷ്പങ്ങളെ കൊണ്ടും, നന്ദനോദ്യാനം അതായത് നന്ദനവനത്തിലുണ്ടായ ദിവ്യങ്ങളായ കുസുമങ്ങളെ കൊണ്ട്, അതുപോലെ തന്നെ തഥാ ദിവ്യേഹി, അപ്രകാരം തന്നെ ദിവ്യങ്ങളായ
ഗന്ധാനുലേപനൈഹി. ലേപനം എന്ന് പറഞ്ഞാൽ ഈ പുരട്ടുന്ന വസ്തുക്കളാണ് ലേപനദ്രവ്യങ്ങൾ. ഗന്ധാനുലേപനം അതായത് നല്ല സുഗന്ധമുള്ള ലേപനങ്ങൾ. അർച്ചിതാഹ ആരാധിക്കപ്പെട്ടു. അങ്ങനെ ദേവി ജഗന്മാതാവായ ദേവി ദേവന്മാരാൽ സ്തുതിക്കപ്പെടുകയും, ഋഷി പറയുന്നതാണ് ഇത് കേട്ടോ, കുസുമങ്ങളെ കൊണ്ട്, അതായത് നന്ദനോദ്യാനത്തിൽ ഉണ്ടായ ദിവ്യങ്ങളായ കുസുമങ്ങളെ കൊണ്ടും പുഷ്പങ്ങളെ കൊണ്ടും സുഗന്ധദ്രവ്യങ്ങളെ കൊണ്ടും അംഗരാഗങ്ങളെ കൊണ്ടും ആരാധിക്കപ്പെടുകയും അർച്ചിക്കപ്പെടുകയും ചെയ്തു എന്ന് ഋഷി പറയുന്നു. ജഗത്ത് അതായത് ലോകത്തെ പോഷിപ്പിക്കുന്നവളാണ് ദേവി. അതുപോലെ തന്നെ ദേവന്മാരാൽ സ്തുതിക്കപ്പെടുന്നവളാണ് ദേവി. ആ ദേവലോകത്തിൽ ആ നന്ദനോദ്യാനത്തിലുണ്ടായ വിശിഷ്ടങ്ങളായ ദിവ്യങ്ങളായ പുഷ്പങ്ങളെ കൊണ്ടും സുഗന്ധദ്രവ്യങ്ങളെ കൊണ്ടും ദേവി ആരാധിക്കപ്പെട്ടു എന്നർത്ഥം. ഇനി അടുത്തത് 29ാമത്തെ ശ്ലോകം. ഭക്ത്യാ സമസ്തൈസ്ത്രിദശൈർ ദിവ്യൈർധൂപൈ സുധൂപിതാഃ. ഇവിടെ പ്രാഹ പ്രസാദസുമുഖി സമസ്താൻ പ്രണതാൻ സുരാൻ. സമസ്തൈ ത്രിദശൈ, സമസ്തൈ എന്ന് പറഞ്ഞാൽ എല്ലാ ദേവന്മാരാലും, ഭക്ത്യാ ദിവ്യൈഹി ഭക്തിയോടുകൂടി സ്വർഗത്തിലുണ്ടായ, ധൂപൈഹി ധൂപം പുകയാണ്, സുധൂപിത ധൂപങ്ങളെ കൊണ്ട് നല്ലവണ്ണം, സുധൂപിത എന്ന് പറഞ്ഞാൽ നല്ലവണ്ണം പുകച്ചു എന്നേ അർത്ഥമുള്ളൂ. ഇങ്ങനെ നമുക്കറിയാം, നമ്മൾ വിളക്ക് കത്തിക്കുമ്പോൾ പഞ്ചദ്രവ്യങ്ങളാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് ദീപം, ധൂപം, ഗന്ധം, ജലം, പുഷ്പം. ഇങ്ങനെ ഈ 5 വസ്തുക്കൾ കൊണ്ട് നമ്മൾ പൂജിക്കുകയാണെങ്കിൽ വളരെ ഫലം കിട്ടുമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ അങ്ങനെ എല്ലാ വസ്തുക്കളും ഉണ്ട്. നല്ല സുഗന്ധദ്രവ്യങ്ങളെ കൊണ്ട് ധൂപം, അതുപോലെ തന്നെ ദിവ്യ പുഷ്പങ്ങൾ, ജലം പറഞ്ഞിട്ടില്ല അല്ലേ, നമ്മൾ ഇങ്ങനെ ചെയ്യണമെന്നാണ്. വിളക്ക് കത്തിക്കുമ്പോൾ ഇതെല്ലാം വേണമെന്നാണ്. വൈകുന്നേരം ആണെങ്കിലും രാവിലെ ആണെങ്കിലും ജലം, ഗന്ധം, ധൂപം, പുഷ്പം, ജലം, ഗന്ധം, ധൂപം, പുഷ്പം, ജലം അല്ല, ഒരെണ്ണം തെറ്റിപ്പോയി അല്ലേ. ആദ്യം പറഞ്ഞപ്പോൾ 5 ഉണ്ടായിരുന്നു, ഞാൻ വിട്ടുപോയി കേട്ടോ. അപ്പോൾ അത് ആദ്യം പറഞ്ഞത് ഒന്നോടെ കേട്ട് നോക്കിയാൽ മതി. അപ്പോൾ ഇനി അടുത്തത് ഈ 5 വസ്തുക്കളും ഉണ്ടായിരിക്കണം. ധൂപം, ഓക്കെ. അപ്പം നോക്കട്ടെ, അതങ്ങ് മറന്നുപോയി. ധൂപം ദീപമാണ്, ദീപപ്രകാശത്തെയാണ് ഉദ്ദേശിക്കുന്നത്. ധൂപം, ദീപം, ജലം, ഗന്ധം, പുഷ്പം, ഇവയാണ് 5 വസ്തുക്കൾ. ചിലപ്പോൾ ഇടയ്ക്ക് അങ്ങോട്ട് വിട്ടുപോകും, എല്ലാം മറന്നു പോകും. ഇനി അടുത്തത് നമുക്ക് നോക്കാം. ദിവ്യങ്ങൾ. ഇവിടെ പ്രസാദസുമുഖി എന്ന് പറഞ്ഞാൽ കൃപ കൊണ്ട് ശോഭനമായ മുഖത്തോടു കൂടിയവൾ എന്നാണ്. അതുപോലെ സമസ്താൻ പ്രണതാൻ സുരാൻ എന്ന് പറഞ്ഞ് പ്രണതന്മാരെന്ന് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ദേവിയെ ശരണം പ്രാപിക്കുന്നവരെയാണ്. ഇവിടെ ദേവിയെ ശരണം പ്രാപിക്കുന്നവർ ഇപ്പം നമ്മളാണ് ശരണം പ്രാപിക്കുന്നത് അല്ലേ. അപ്പോൾ ശരണാഗതന്മാരാണ് നമ്മൾ, ശരണാഗത വത്സലയാണ് ദേവിയും. അപ്പോൾ നമ്മൾ ഭക്തിയോടുകൂടി ദിവ്യങ്ങളായ ധൂപം, ദീപം, ഗന്ധം, ജലം, പുഷ്പം ഇവ കൊണ്ട് ദേവിയെ പൂജിച്ചാൽ എല്ലാ ഫലവും കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി അടുത്തത് ദേവി ഉവാച. ദേവി ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദേവി പറയുകയാണ് അടുത്ത മന്ത്രം. വ്രിയതാം ത്രിദശാഹ സർവേ യതസ്മത്തോഭിവാഞ്ചിതം. ഇനി ദേവി പറഞ്ഞു, സർവേ ത്രിദശാഹ, അല്ലയോ സകല ദേവന്മാരെ, എല്ലാ ദേവന്മാരെയും കൂടെ അഭിസംബോധന ചെയ്യുന്നത്. അസ്മത്തഹ, എന്നിൽ നിന്ന്, എങ്കിൽ നിന്ന്, അഭിവാഞ്ചിതം യത് വ്രിയതാം. ഇനി ആഗ്രഹിക്കപ്പെട്ട ഏതൊരു കാര്യം ഉണ്ടാകുന്നുവോ അതിനെ വരിച്ചാലും എന്ന് പറഞ്ഞാൽ വാങ്ങിച്ചാലും സ്വീകരിച്ചാലും എന്നാണ്. എന്നിൽ നിന്ന് നിങ്ങൾ ഏതൊരു വരത്തെയാണോ ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ ദേവിയെ പൂജിച്ച് പ്രസാദിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ദേവി പറയുകയാണ്, എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്ന വരം സ്വീകരിച്ചാലും എന്നാണ് അതിൻ്റെ അർത്ഥം. ഏതിൽ നിന്ന്? വ്രിയതാം ത്രിദശാഹ സർവേ യതസ്മത്തോഭിവാഞ്ചിതം. അഭിവാഞ്ചിതം എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കപ്പെട്ട, ഇഷ്ടപ്പെട്ട. അവിടെ ഒറ്റ ശ്ലോകത്തിൽ അവിടെ തീരുകയാണ്. അത് കഴിഞ്ഞ് 31ാമത്തെ ശ്ലോകം ദേവി ഉവാച. 32ാമത്തെ ഒറ്റ വരിയേ ഉള്ളൂ. വ്രിയതാം ത്രിദശാഹ സർവേ യതസ്മത്തോഭിവാഞ്ചിതം എന്ന്. അത് കഴിഞ്ഞ് ചില ബുക്കിൽ 4-5 വരിയും കൂടെ കാണുന്നുണ്ട്. അതും കൂടെ ചേർത്ത് വായിക്കണം എന്നും പറയപ്പെടുന്നുണ്ട്. അതായത് വ്രിയതാം ത്രിദശാഹ സർവേ യതസ്മത്തോഭിവാഞ്ചിതം എന്ന് കഴിഞ്ഞിട്ട് ദദാമ്യഹമതിപ്രീത്യ സ്തവൈരേഭി സുപൂജിത
ജഗതാമുപകാരായ കിമന്യതവശിഷ്യത്തെ കർത്തവ്യമപരം യച്ഛ ദുഷ്കരം തന്നിവേദ്യതാം കരോമി ഭവതാം കാര്യം സംപ്രീത്യ ദുഷ്കരം മഹത് ശ്രുത്വൈവ ച പ്രസന്നാസ്തേ കൃതാഞ്ജലിപുടാ ജഗുഹു. ഇങ്ങനെ 5 വരിയും കൂടെ വേറെ ചില ബുക്കുകളിലുണ്ട്. അപ്പോൾ അതും കൂടെ ചേർക്കുമ്പോൾ ഇവിടെ 6 വരിയാവും. വ്രിയതാം ത്രിദശാഹ സർവേ യഥസ്മത്തോഭിവാഞ്ചിതം എന്നും കൂടെ ചേർക്കുമ്പോൾ. അപ്പോൾ ഇവിടെ എന്തായാലും ഞാൻ ഈ വായിക്കുന്ന ബുക്കിൽ ഈ 32ാമത്തെ ശ്ലോകം കഴിഞ്ഞ് ദേവ ഊച്ചു എന്നാണ്, ദേവന്മാർ പറഞ്ഞു എന്നാണ് 33ാമത്തെ ശ്ലോകമായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു പഴയ ബുക്ക്. പഴയ ബുക്ക് എന്ന് പറഞ്ഞാൽ വളരെ പഴയതാണ്. അതായത് നിങ്ങൾക്ക് വിചാരിക്കാൻ പോലും പറ്റില്ലാത്ത അത്രയും പഴയതാണ്. അത് ഏകദേശം ഒരു 30-35 വർഷം മുമ്പുള്ള ഒരു ബുക്കാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ചെറിയ ബുക്ക്. അപ്പോൾ ആ ബുക്കിലുള്ളതിൽ വ്യത്യസ്തമാണ് ഇന്ന് ഈയിടെ ഇവിടെയൊക്കെ കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ അക്ഷരത്തെറ്റിനെ പറ്റി പറഞ്ഞത്. എന്തായാലും ഈ ബുക്കിൽ തെറ്റില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇത് ചേർത്ത് വായിക്കേണ്ടവർക്ക് ഈ വരികളും ചേർത്ത് വായിക്കാം, അല്ലാത്തവർ കയ്യിലുള്ള ബുക്ക് വെച്ച് വായിക്കുക. നിങ്ങളുടെ കയ്യിലൊരു ബുക്ക് കാണുമെന്ന് ഞാൻ കരുതുന്നു. ഇനി അടുത്ത ദേവ ഊചു ഭഗവത്യാകൃതം സർവം ന കിഞ്ചിതവശിഷ്യതേ 34ാമത്തെ ശ്ലോകമായിട്ട് പറഞ്ഞിരിക്കുകയാണത്. ഭഗവത്യാകൃതം സർവം ന കിഞ്ചിത് അവശിഷ്യതേ എന്ന് പറഞ്ഞിരിക്കുന്നു. അത് ഭഗവതിയാൽ, അതായത് ദേവന്മാർ പറയുകയാണ്. യാതൊന്ന് ഹേതുവായിട്ട് അസ്മാകം ശത്രു. അതിൻ്റെ കൂടെ നമുക്ക് ഒരു വരി പറയുന്നതിന് അടുത്ത വരിയും കൂടെ ചേർത്ത് പറയാം. അതിനൊരു അതായത് അർത്ഥസമ്പുഷ്ടി വരണമെങ്കിൽ അതും കൂടെ ചേർത്താലേ ശരിയാവുള്ളൂ. അതായത് ഭഗവത്യാകൃതം സർവം ന കിഞ്ചിത് അവശിഷ്യത്തെ യദയം നിഹതശത്രുരസ്മാകം മഹിഷാസുരഃ യതി ജാപി വരോദയസ്ത്വയാസ്മാകം മഹേശ്വരി സംസ്മൃതാത്വം നോ ഹിംസേധാ പരമാപദഃ. ഇനി അത്രയും ആ 4 വരിയുടെ ചേർത്ത് നോക്കാം നമുക്കത്. ഇപ്പോൾ യാതൊന്ന് കാരണം, അതായത് ഏതോ ഒരു വസ്തു കാരണമാണ്. അത് ഏത് വസ്തുവാണോ അത് ഹേതുവായിട്ട് അസ്മാകം ശത്രു, ഞങ്ങളുടെ ശത്രുവായ അയം മഹിഷാസുരഃ, ഈ മഹിഷാസുരൻ നിഹതഃ എന്ന് പറഞ്ഞാൽ വധിക്കപ്പെട്ടു. അങ്ങനെ വധിക്കപ്പെട്ടതുകൊണ്ട് ഭഗവതിയായ അവിടുന്ന് സർവം കൃതം എല്ലാം ചെയ്തു എന്ന് പറഞ്ഞാൽ ദേവിയാൽ ചെയ്യപ്പെട്ടു. ന കിഞ്ചിത് അവശിഷ്യതേ. ഇനി ന കിഞ്ചിത്, ഇവിടെ ന എന്നാൽ ഇല്ല എന്നാണ് അർത്ഥം. ഒന്ന് കിഞ്ചിത് അല്പം പോലും അവശിഷ്യത അവശേഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ശേഷിച്ചിട്ടില്ല. മഹേശ്വരി, അല്ലയോ ദേവി മഹേശ്വരി, ത്വയ അസ്മാകം, ത്വയ എന്ന് പറഞ്ഞാൽ ദേവിയാൽ ഞങ്ങൾക്ക്, അസ്മാകം ഞങ്ങൾക്ക്, വരദേയ യതിവാപി വരദാനം, ഞങ്ങൾക്ക് വരം, എന്തെങ്കിലും വരം ദാനം ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ദേവിയാൽ വരം അതായത് വരദാനം നടത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ത്വം അവിടുന്ന് സംസ്മൃത അതായത് സ്മരിക്കപ്പെട്ടവളായിട്ട്, അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്, സ്മരിക്കപ്പെട്ടവളായിട്ട് ന പരമാവധ ഹിംസേധ, ഞങ്ങളുടെ അത്യാപത്തുകളെ നശിപ്പിച്ചാലും ഞങ്ങൾ അവിടുത്തെ സ്മരിക്കും. അപ്പം ഞങ്ങൾ ആ സ്മരിക്കുന്നവളായിട്ട് അവിടുന്ന് ഞങ്ങളുടെ ആപത്തുകളെയെല്ലാം നശിപ്പിച്ചാലും യാതൊരു കാരണത്താൽ ഭഗവതിയായ അവിടുന്ന് ദേവന്മാരായ ഞങ്ങളുടെ ശത്രുവിനെ, അതായത് മഹിഷാസുരനെ വധിച്ചുവോ, ആ കാരണത്താൽ ദേവിയാൽ ഞങ്ങൾക്ക് സർവ്വ കാര്യങ്ങളും സാധ്യമായി, ഞങ്ങളുടെ എല്ലാ അഭീഷ്ടവും സാധിച്ചു. ഇനി ഒന്നും ശേഷിക്കുന്നില്ല, ഒരു ശത്രുവും ശേഷിച്ചിട്ടില്ല. അല്ലയോ മഹേശ്വര പത്നി, മഹേശ്വരി എന്നാണ് വിളിച്ചിരിക്കുന്നത്. മഹേശ്വര പത്നി അല്ലെങ്കിൽ മഹേശ്വരി, അവിടുന്ന് പാർവതീദേവിയാണ് അവിടെ സ്മരിക്കുന്നത്. നെന്തിരുവടി ഈ അവിടുത്തെ അനുഗ്രഹം സിദ്ധിച്ചവരായ ഞങ്ങൾക്ക് ഇനിയും വരം ദാനം ചെയ്യുവാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ, ഇനിയും ഞങ്ങൾക്ക് വരം നൽകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, പരമാപത്തുകൾ ഏതെങ്കിലും ആപത്തിൽ ഞങ്ങൾ പിന്നെയും അവിടുത്തെ സംസ്മൃത എന്ന് പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ അവിടുത്തെ ധ്യാനിക്കുമ്പോൾ എപ്പോഴൊക്കെ സ്മരിക്കുന്നു അപ്പോൾ ഇതുപോലെ വന്ന് ഞങ്ങളുടെ ആപത്തുകളെ നീക്കി നശിപ്പിച്ചാലും എന്ന് ദേവന്മാർ പറയുകയാണ്. ഇനി അടുത്ത ശ്ലോകം നോക്കാം നമുക്ക്. യശ്ചമർത്യസ്തവൈരേഭിസ്ത്വാം സ്തോഷ്യത്യമലാനനെ
തസ്യ വിത്തർദ്ധി വിഭവൈ ധനധാരാദി സമ്പദാം വൃദ്ധയെ സ്മത്പ്രസന്നാത്വം ഭവേധ സർവദാംബികേ. ഇവിടെ നമുക്കതിൻ്റെ അർത്ഥം നോക്കാം. അതായത് യശ്ച മർത്യഹ, യഹ ആണ് യശ്ച മർത്യഹ എന്ന് പറഞ്ഞിരിക്കുന്നത്. യഹ മർത്യഹ ച, ഏതൊരു മനുഷ്യനും, അത് ഏത് മനുഷ്യനാണോ ആ മനുഷ്യൻ, അവിടെ ആരാണോ ചെയ്യുന്നത് അവൻ. ഏഭിഹി സ്തവൈഹി, ഈ സ്തോത്രം, അതായത് നമ്മളിപ്പോൾ ഈ പഠിച്ച ശക്രാധികൃത ദേവീ സ്തുതി കൊണ്ട്, ഈ സ്തോത്രങ്ങളെ കൊണ്ട്, സ്തവൈഹി എന്ന് പറഞ്ഞാൽ സ്തോത്രങ്ങളെ കൊണ്ട്, ത്വാം സ്തോഷ്യതി, അവിടുത്തെ സ്തുതിക്കുന്നു. ഇത് ഈ ഫലമാണ് പറഞ്ഞിരിക്കുന്നത്, ഫലശ്രുതിയാണ്. ഈ ദേവിയെ സ്തുതിക്കുന്നുവോ. തസ്യ വിത്തർദ്ധി വിഭവൈഹി, തസ്യ അവർക്ക്, യാതൊരു മനുഷ്യനും അവിടെ, ത്വം തസ്യ ആ മനുഷ്യന്, അവന്, തസ്യ അവന്, സ്തവൈരേഭിസ്ത്വാം അവിടുത്തെ ഈ സ്തോത്രങ്ങളെ കൊണ്ട് സ്തുതിക്കുന്നുവോ. ത്വാം സ്തോഷ്യതി അവിടുത്തെ സ്തുതിക്കുന്നുവോ. അസ്മത് പ്രസന്ന ഞങ്ങളിൽ പ്രസാദിച്ചവളായിട്ട്, ത്വം തസ്യ അവന്. ഇപ്പോൾ വിത്തർത്ഥി വിഭവൈഹി എന്ന് പറഞ്ഞാൽ വിത്തം ധനം, അർദ്ധി വിഭവൈ സമൃദ്ധിയാണ്. വിത്തം പ്ലസ് ഇർദ്ധി സമൃദ്ധിയാണ് വിത്തർദ്ധി. ഇർദ്ധി എന്നുള്ള വാക്കാണ്. വിത്തം പ്ലസ് ഇർദ്ധി സമൃദ്ധി, ഇർദ്ധി സമൃദ്ധി. വിത്തർദ്ധി വിഭവൈ വിഭവങ്ങൾ ഐശ്വര്യമാണ്. സകല വിഭവങ്ങളും ജ്ഞാനം, സമൃദ്ധി, ഐശ്വര്യം ഇവകളോടുകൂടി. ധനധാരാദി സമ്പദാം, ധനം തന്നെ, ധാരങ്ങൾ ഭാര്യയാണ്. സമ്പദാം എന്ന് പറഞ്ഞാൽ എല്ലാ സമ്പത്തുകളും, എല്ലാ ഐഹിക സമ്പത്തുകളും. വൃദ്ധയെ അഭിവൃദ്ധിക്കായിക്കൊണ്ട് അല്ലെങ്കിൽ വൃദ്ധിക്കായിക്കൊണ്ട്, സർവദാ ഭവേദ എല്ലായ്പ്പോഴും ഭവിച്ചാലും. അതായത് ഞങ്ങൾ ഈ സ്തുതിച്ച സ്തുതി കൊണ്ട് ദേവിയെ, ഏതൊരു മനുഷ്യനാണോ ഈ സ്തോത്രങ്ങളെ കൊണ്ട് സ്തുതിക്കുന്നത്, ആ നിന്തിരുവടിയെ ഈ സ്തോത്രങ്ങൾ കൊണ്ട് സ്തുതിക്കുമ്പോൾ ഞങ്ങളിൽ പ്രസാദിച്ചവളായിട്ട് അവിടുന്ന് ആ മനുഷ്യന് ജ്ഞാനം, സമൃദ്ധി, ഐശ്വര്യം, അതായത് ഇഹലോകത്തിൽ ജീവിക്കാൻ വേണ്ട എല്ലാ സമ്പദ് സമൃദ്ധിയും ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യണം എന്ന് ഇവിടെ പ്രാർത്ഥിക്കുകയാണ് ദേവന്മാർ. പ്രസന്നവദനയായ ദേവി, ലോകമാതാവേ, ഞങ്ങളാൽ ഇങ്ങനെ സ്തുതിക്കപ്പെട്ടവളായി, പ്രാപിക്കപ്പെട്ടവളായി, നമസ്കരിക്കപ്പെട്ടവളായി, സേവിതയായി, വരതയായി ഇരിക്കുന്നു. അവിടുന്ന് ഏത് മനുഷ്യനാണോ ഞങ്ങളാൽ സ്തുതിക്കപ്പെട്ട ഈ മുൻപറഞ്ഞ സ്തോത്രങ്ങളെ കൊണ്ട് അവിടുത്തെ ഭക്തിയോടുകൂടി സ്തുതിക്കുന്നത്, ആ മനുഷ്യന് എല്ലാ സൗഭാഗ്യങ്ങളും പ്രദാനം ചെയ്താലും, ഐശ്വര്യം, സമൃദ്ധി, അതുപോലെ ജ്ഞാനം എല്ലാം പ്രദാനം ചെയ്താലും ഈ സ്തോത്രം വേദത്തിന് തുല്യമാണെന്നാണ് ദേവന്മാർ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഈ സ്തോത്രം ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. എല്ലാവർക്കും അർത്ഥം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത മന്ത്രം ഋഷിരുവാച, വീണ്ടും ഋഷി പറയുകയാണ്. ഇതി പ്രസാദിതാ ദേവൈർജഗതോർധേ തഥാത്മനഃ തഥേത്യുക്ത്വാ ഭദ്രകാളീ ബഭൂവാന്തർഹിതാ നൃപ. അതായത് ഇനി ഈ ഇവിടെ ഋഷി പറഞ്ഞത് ഇതി പ്രസാദിത ദേവൈർ ജഗതോർധേ തഥാത്മനഃ എന്ന് പറഞ്ഞാൽ, അല്ലയോ ഇവിടെ രാജാവിനോടാണ് ഋഷി ഇതെല്ലാം പറയുന്നത്. മറന്നുപോയില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതി ദേവ, ഇപ്രകാരം ദേവന്മാരാൽ നൃപ എന്ന് വിളിച്ചിട്ടാണ് ഋഷി പറഞ്ഞത്. ജഗതോർധേ തഥാത്മനഃ തഥേത്യുക്ത ഭദ്രകാളി ബഭൂവാന്തർഹിത നൃപ. ഇവിടെ നൃപ എന്ന് സുരഥ രാജാവിനെ വിളിച്ചിട്ട് പറയുന്നു. ഇപ്രകാരം ദേവന്മാരാൽ ജഗതഃ അർദ്ധേ, അതായത് ജഗതാർത്ഥം, അതായത് ത്രൈലോക്യം, ഈ ലോക സംരക്ഷണാർത്ഥം ആണ്. ഇവിടെ ലോക സംരക്ഷണത്തിനായിക്കൊണ്ട് തഥാ ആത്മനഃ, അപ്രകാരം ആത്മനഃ എന്ന് പറഞ്ഞാൽ ദേവകാര്യത്തിന്. പ്രസാദിത ഭദ്രകാളി, ഭദ്രകാളി അതായത് ഭദ്രകാളി എന്ന രൂപം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭദ്രമായി ചെയ്യുന്നത്, മംഗളത്തെ ചെയ്യുന്നത്, മംഗല്യദായിനിയാണ് ഭദ്രകാളി. പ്രസാദിത ഭദ്രകാളി അതായത് പ്രസാദിപ്പിക്കപ്പെട്ട ആ മംഗളത്തെ പ്രദാനം ചെയ്യുന്ന ഭദ്രകാളി. തഥാ ഇതി ഉക്ത്വ, അപ്രകാരം തന്നെ, ഇതി ഉക്ത്വ തഥാ അങ്ങനെ തന്നെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് അന്തർഹിത ബഭൂവ, അന്തർധാനം ചെയ്തു, അതായത് മറഞ്ഞുപോയി ദേവന്മാരുടെ മുമ്പിൽ നിന്നും. അപ്പോൾ മഹിഷാസുര വധം കഴിഞ്ഞ്
ദേവി മറഞ്ഞുപോയി. എനിക്ക് എൻ്റെ ദേഹത്തൊക്കെ ഇങ്ങനെ രോമങ്ങൾ എഴുതി നിന്ന് ശരിക്കും രോമാഞ്ചം വരുന്നത് പോലെ ഭക്തി കൊണ്ട് എൻ്റെ ദേഹമൊക്കെ കുളിരി കോരി എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ അത്രയ്ക്ക് മനസ്സിൽ ദേവിയെ വിചാരിച്ചിട്ടാണത് ചെയ്തത്. ഭക്തി ഉണ്ടാകുന്നതും ഇത് കേൾക്കുന്നതും ഭക്തി തന്നെയാണ്. ദേവിയെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കും അപ്രകാരം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ വിചാരിക്കാനാണ് എനിക്കിഷ്ടം. ഇത് നമ്മൾ ദേവിയിലേക്ക് അത്രയ്ക്ക് അടുത്തിരിക്കുമ്പോഴാണ് നമുക്കിത് പറയാനും കേൾക്കാനും തോന്നുന്നത്. അപ്പോൾ ഇവിടെ രാജാവിനോട് പറഞ്ഞു, ദേവകൾ പറഞ്ഞ പ്രകാരം ദേവകളാൽ ത്രൈലോക്യത്തിന് വേണ്ടിയും അത് 3 ലോകങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടിയും പ്രസാദിപ്പിക്കപ്പെട്ട ആ മംഗളത്തെ ചെയ്യുന്ന ദേവി അപ്രകാരം ഭവിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അന്തർധാനം ചെയ്തു എന്ന് സുരഥ മഹാരാജാവിനോട് പറയുകയാണ്. അടുത്ത ശ്ലോകം. ഇത്യേതത് കഥിതം ഭൂവ സംഭൂതാസായധാപുര ദേവീ ദേവശരീരേഭ്യോ ജഗത്രയഹിതൈഷിണി. ഭൂവ മഹാരാജാവേ, ഭൂവനും രാജാവാണ്, നൃപനും രാജാവാണ്. അല്ലയോ രാജാവേ, ജഗത്രയ ഹിതൈഷിണി, ജഗത്രയം 3 ലോകത്തിനും ഹിതത്തെ ചെയ്യുന്നവളാണ്. അതായത് ഹിതൈഷിണി എന്ന് പറയുമ്പോൾ ഹിതത്തെ ആഗ്രഹിക്കുന്നവളാണ്, ഹിതത്തെ ഇച്ഛിക്കുന്നവളാണ്. 3 ലോകങ്ങളുടെയും നന്മയെയും അഭ്യുദയത്തെയും ഇച്ഛിക്കുന്നവളായ സാ ദേവി, ആ ദേവി ദേവശരീരേഭ്യ, ദേവന്മാരുടെ ശരീരങ്ങളിൽ നിന്ന് യഥാ പുരാ, എപ്രകാരമാണോ പണ്ട് സംഭൂത പ്രത്യക്ഷപ്പെട്ടത്, ഇത് ഏതത് സർവം കഥിതം, ഈ ചരിത്രമെല്ലാം ഞാൻ പറഞ്ഞു, അതായത് എന്നാൽ ഏവം കഥിതം പറയപ്പെട്ടു. അപ്പോൾ സുരധര മഹാരാജാവ് ചോദിച്ചിരുന്നു. ആദ്യം തന്നെ സമാധി എന്ന വൈശ്യനുമായിട്ട് അദ്ദേഹം മുനിയുടെ ആശ്രമത്തിൽ ചെന്നപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഏതാണ് ഈ ദേവി, എങ്ങനെ ഉണ്ടായി, അവരുടെ മാഹാത്മ്യം എന്താണ്, ദേവിയുടെ കഥകൾ എന്താണ്, കർമ്മം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഇവിടെ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദേവിയുടെ. അതിൽ ആ കഥയിലൊരു ഭാഗമാണ് ഇവിടെ പൂർണ്ണമായത് ഈ ശ്ലോകത്തിൽ. അതായത് ആ ചരിത്രം ദേവന്മാരുടെ ശരീരത്തിൽ നിന്ന് ദേവി പ്രത്യക്ഷയായി മഹിഷാസുരനെ വധിച്ചു. ആ വധത്തിൽ പ്രസന്നരായ ദേവന്മാർ ദേവിയെ സ്തുതിച്ചു. ആ സ്തുതി നമ്മൾ ചൊല്ലിയാൽ നമുക്കും അതുപോലെയുള്ള സകല ഐശ്വര്യ അഭിവൃദ്ധിയും ഉണ്ടാകുമെന്ന് ഇവിടെ ഫലശ്രുതിയായിട്ട് പറഞ്ഞു. ഇനി അടുത്ത ശ്ലോകം നോക്കാം. പുനശ്ച ഗൗരീശ് ദേവാത്സ സമുദ്ഭൂതായ യഥാഭവൻ വധായ ദുഷ്ടദൈത്യാനാം തഥാ ശുംഭനിശുംഭയോഃ രക്ഷണായ ച ലോകാനാം ദേവാനാം ഉപകാരിണി ചക്ഷൃണുഷ്വമയാഖ്യാതം യഥാവത് കഥയാമിതേ. അതായത് ദേവാനാം ഉപകാരിണി, 4 വരിയുടെ ഒരുമിച്ച് പറയാം നമുക്ക്. അതായത് ദേവന്മാർക്ക് ഉപകാരം ചെയ്യുന്നവൾ, ഉപകാരിണി ഉപകാരത്തെ ചെയ്യുന്നവൾ. സ പുനഃ ച, ആ ദേവി പിന്നെയും, പുനഃ വീണ്ടും, ച പിന്നെയും, ദുഷ്ടദൈത്യാനാം ദുഷ്ടനായ ദൈത്യന്മാരുടെയും, തഥാ ശുംഭനിശുംഭയോഹോ അതുപോലെ ശുംഭൻ്റെയും നിശുംഭൻ്റെയും, വധായ വധത്തിനായിക്കൊണ്ടും, ലോകാനാം രക്ഷണായ ച ലോകങ്ങളുടെ രക്ഷയ്ക്കായിക്കൊണ്ടും, യഥാ എപ്രകാരമാണോ, ഗൗരീദേഹാത് ഗൗരി അതായത് പാർവതിയാണ് ഗൗരി. നമ്മൾ ആദ്യത്തെ ശ്ലോകം കവചത്തിൽ ഗൗരി എന്ന് പേര് വന്നത് ഞാൻ പറഞ്ഞായിരുന്നു. മറന്നു പോയിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ കേട്ട് നോക്കണം. ഗൗരി ദേഹാത് എന്ന് പറഞ്ഞാൽ ഗൗരി ശരീരത്തിൽ നിന്ന്, അതായത് പാർവതിയുടെ ദേഹത്തിൽ നിന്ന്, സമുദ്ഭൂത അഭവത് എങ്ങനെ ഉണ്ടായോ, അതായത് ഏത് പ്രകാരം പാർവതിയുടെ ശരീരത്തിൽ നിന്നുണ്ടായോ, തഥാവത് എന്നാണ് അവിടെ വേണ്ടത്. തഥാവത് അതുപോലെ തന്നെ തേ കഥയാമി ഭവാനോട് ഞാൻ പറയുന്നുണ്ട്. അല്ലയോ സുരഥ മഹാരാജാവേ, എപ്രകാരമാണ് ഈ ലോക നന്മയ്ക്കായിക്കൊണ്ടും, അതായത് ഈ ത്രൈലോക്യങ്ങളുടെ രക്ഷയ്ക്കായിക്കൊണ്ടും, ശുംഭന്മാരുടെയും നിശുംഭന്മാരുടെയും വധത്തിനായിക്കൊണ്ടും, അതായത് ശുംഭനിശുംഭന്മാരുടെ വധത്തിനായിക്കൊണ്ടും, ദുഷ്ടനായ അസുരന്മാരുടെ വധത്തിനായിക്കൊണ്ടും, ദേവന്മാർക്ക് ഉപകാരം ചെയ്യുന്നവളായ ദേവി പിന്നെയും ഗൗരീദേഹത്തിൽ നിന്ന്, അതായത് പാർവതിയുടെ ദേഹത്തിൽ നിന്ന് എപ്രകാരം ഉണ്ടായോ അതുപോലെ തന്നെ ഭവാനോട് ഞാൻ പറയുന്നുണ്ട്. ഇനിയും അത് എന്നാൽ ഞാൻ പറയുന്നത് പോലെ കേട്ടാലും അതിനെ തൽ എന്ന് പറഞ്ഞാൽ തത് എന്നുള്ളത് അത്, മയാഖ്യാതം, മയ എന്ന് പറഞ്ഞാൽ എന്നാൽ, ആഖ്യാതം പറയപ്പെട്ടത്, ശൃണുഷ്വ കേട്ടാലും, എന്നാൽ പറയപ്പെടുന്നത്, അതായത് ഞാൻ പറയുന്നത് കേട്ടാലും എന്നുള്ളത്
എഴുതി വെച്ചിരിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ കേട്ടോ. അപ്പോൾ ഇനി അത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അല്ലേ. ഇനി അടുത്തത് നോക്കുക. ഇനി അടുത്തത് നോക്കണ്ട, ഇത് ഈ ശ്ലോകം കൊണ്ട് തീരുകയാണ്. ഈ മൂന്ന് സ്തവങ്ങളിൽ ഓരോന്നിൻ്റെയും പ്രാരംഭത്തിൽ നമുക്കറിയാം, ഈ ദേവീ മാഹാത്മ്യത്തിൽ ഗൗരി വർണ്ണ ശരീരം എന്ന് പറഞ്ഞിരിക്കുന്നത് മനസ്സിലായി കാണും. അതായത് ശരീരത്തിൻ്റെ ആ വർണ്ണത്തെ കാണിക്കാനാണ്. ശരീരം പാർവതിയാൽ ഉപേക്ഷിക്കപ്പെട്ട ശരീരമാണത്. പിന്നെ അത് വേണമെങ്കിൽ ഈ ഇഷ്ടമുള്ള രൂപത്തിൽ ദേവിക്ക് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാം, ആരുടെ മുമ്പിലും പ്രത്യക്ഷപ്പെടാം. എപ്രകാരം ഉത്ഭവിച്ചോ അപ്രകാരം തന്നെ ദേവിയുടെ ശരീരത്തിൽ നിന്ന് ഉണ്ടായ അതേ വർണ്ണത്തോടു കൂടി. ഇനി ഈ ദേവീ മാഹാത്മ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 സ്തോത്രങ്ങളാണ്, അതായത് 3 ചാപ്റ്ററാണ്. അതായത് ഒന്ന് ഈ മഹിഷാസുരവധത്തിന് ശേഷം നമ്മളിപ്പോൾ വായിച്ച ഈ ചെയ്തിരിക്കുന്ന ശക്രാധികൃത ദേവീ സ്തുതി, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ ശുംഭനിശുംഭന്മാരുടെ ഉപദ്രവ നിവൃത്തി, അതായത് അവരെ കൊല്ലാൻ വേണ്ടി ദേവന്മാർ ചെയ്യുന്ന ഒരു സ്തുതിയുണ്ട്. അത് ദേവീ സൂക്തമാണ്, നമോ ദേവി എന്നുള്ളത്. നമ്മൾ ഇനി വായിക്കുന്നത് അതാണ് 5-ാമത്തെ അധ്യായത്തിൽ. നമ്മുടെ 4-ാമത്തെ അധ്യായം ഇവിടെ സമാപിക്കുകയാണ്. ഇനി 5-ാം അധ്യായത്തിലുള്ള സ്തോത്രത്തിൽ കുറച്ച് പ്രത്യേകതയുണ്ട്. അത് ബുക്കിൽ എഴുതിയിരിക്കുന്ന പോലെ അല്ല വായിക്കേണ്ടത്. അതെങ്ങനെയാണെന്ന് നമുക്ക് അത് വായിക്കുമ്പോൾ ഞാൻ പറഞ്ഞു തരാം. അത് കഴിഞ്ഞ് ദേവിയിൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സ്തോത്രം എന്ന് പറഞ്ഞാൽ 11-ാം അധ്യായത്തിലെ നാരായണി സ്തുതിയാണ്. അതും ദേവന്മാരാൽ ചെയ്യപ്പെടുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്നാണ് പറയപ്പെടുന്നത് 11-ാം അധ്യായം. അത് ഏത് ഗ്രഹത്തിൽ സന്ധ്യാസമയത്ത് പാരായണം ചെയ്യുന്നുവോ അതും കാണാതെ പഠിച്ച് പാരായണം ചെയ്യുന്നവർക്ക് വളരെയധികം നന്മകളുണ്ടാകും. സർവ്വ അനുഗ്രഹങ്ങളും ദേവിയുടേതുണ്ടാകും എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് നമുക്കത് 3 പഠിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ കേൾക്കുക, ശ്രദ്ധയോടെ ജപിക്കാൻ പഠിക്കുക. ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു, എങ്ങനെ ജപിക്കണം, ഏതെല്ലാം കാര്യങ്ങൾ ചെയ്യരുത് എന്നൊക്കെ ഒരു വീഡിയോ ഇട്ടിരുന്നു. കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് ഇവിടെ കൊണ്ട് നിർത്താം. അതായത് ഇവിടെ 4-ാം അധ്യായം സമാപിക്കുകയാണ്. നമുക്ക് അടുത്ത അധ്യായത്തിലൂടെ വീണ്ടും കേൾക്കാം. ഇതി ശ്രീമാർക്കണ്ഡേയ പുരാണേ സാവർണികേ മന്വന്തരേ ദേവീ മാഹാത്മ്യേ ശക്രാധികൃത ദേവീ സ്തുതിർനാമ ചതുർത്ഥോധ്യായഃ സമാപ്തം. ഓം ശ്രീ മഹാദേവീ നമഃ. സർവം ദേവി അർപ്പണമസ്തു. ദേവിയുടെ രക്ഷ എല്ലാവർക്കും ഉണ്ടാവട്ടെ, അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. നന്മ ആഗ്രഹിക്കുന്ന എല്ലാവരുമാണ് നന്മയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്രകാരം സംഭവിക്കട്ടെ. നന്ദി, നമസ്കാരം.